പൃഥ്വി മോനെ, നിന്നെ പ്രീതിയാണോ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? മോൻ ഇവിടെ കാർ പാർക്ക് ചെയ്യായിരുന്നല്ലേ? അതായത് ഞാൻ മിസ് കോൾ അടിച്ചിരിക്കാണ് പ്രീത നിന്നെ വിളിച്ചിട്ട് നീ എന്താ മോനെ ഫോൺ എടുക്കാത്തത്? ഈ രാധിക എന്റെ ബാഗിനെ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? അതുപോലെ നോക്ക്, മിസ് കോൾ ഉണ്ട് ഇതില്. മിസ് കോൾസ്? അത് ആക്ച്വലി ആന്റി ഞാൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നല്ലോ, അതുകൊണ്ട് കോൾ എടുക്കാൻ പറ്റിയില്ല. അല്ലല്ല, ഇൻഫാക്ട് പ്രീത തന്നെ എന്നെ കോൾ ചെയ്ത് ഇവിടേക്ക് വിളിപ്പിച്ചത്. ഞാൻ അവരെ സഹായിക്കാനായി വന്നതാ ഇവിടെ. എന്നോട് പ്രീത പറഞ്ഞത് അവളും സൃഷ്ടി, സമീർ, രോഹിത്, കിരൺ എല്ലാവരും അകത്തുണ്ടെന്നാണ്. പ്രീത എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു അവൾക്ക് എത്രയും പെട്ടെന്ന് സഹായം ആവശ്യമുണ്ടെന്ന്. കാരണം സൃഷ്ടി, സമീർ, കിരൺ ഇവരൊക്കെ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണെന്ന്. പ്രീത കിരണും രോഹിത്തിനും അവസരം നൽകി. പക്ഷെ അവരുടെ മണ്ടത്തരം കൊണ്ട് മാത്രം ഗുണ്ടകൾ അവരെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന്. അവർ രണ്ടുപേരും പിടിക്കപ്പെട്ടു. അതുകൊണ്ടാ പ്രീത എന്നെ വിളിച്ചത് ഹെൽപ്പിനായി. ഇവിടെ പ്രീതയെ ഞാൻ സഹായിക്കാൻ വന്നതാ. പിന്നെ ആന്റിക്ക് അറിയാലോ ഞാൻ ഇത്രയും സിറ്റുവേഷൻ വളരെ സ്മാർട്ടായി ഹാൻഡിൽ ചെയ്യുന്ന ആളാണെന്ന്. ഈ ഗുണ്ടകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും എന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും പ്രീതയെ ഞാൻ സഹായിച്ചിരിക്കാൻ ഉറപ്പ്. അത് ശരി മോനെ, നീ വളരെ വലിയ ഫൈറ്ററാണ്. ഈ ആക്ഷൻ അകത്ത് പോയി ചെയ്യാലോ. ഇവിടെ നിന്നുള്ള വർത്താനം വേണ്ട, നമുക്ക് അകത്തേക്ക് മതി പൃഥ്വി, മതി. ഈ സീനി ഇനിയും വലിച്ചു നീട്ടാനാകില്ല നിനക്ക്. ഏത് വിധേനയും ഈ ആളുകൾ അകത്ത് കടക്കും. ആ സമയം ഞാൻ ഇവിടുന്ന് മുങ്ങും. പിന്നീടെങ്ങാൻ ചോദിച്ചാൽ ഞാൻ പറയും ആ ഗുണ്ടകൾ എന്നെ പിടിച്ചു, എന്നെയും കൊണ്ടുപോയെന്നു. ഇനി എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ സമയത്ത് ഒരു വിധത്തിലും ഒരവസ്ഥയിലും ഞാൻ അകത്തേക്ക് പോകത്തില്ല. പോയാൽ ഉറപ്പായി പിടിക്കപ്പെടും. നമ്മുടെ കുട്ടികൾ അവിടെ ആപത്തിപ്പെട്ട് കിടക്കുമ്പോ നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? അവരെ രക്ഷിക്കുന്നതാണോ ആവശ്യം, അതോ വേറെ വല്ലതുമാണോ? മഹേഷ് സൃഷ്ടി അവർ അകത്ത് അടച്ചിട്ടിരിക്കുക. നിങ്ങൾ ഇവിടെ എങ്ങനെ നിന്ന് സംസാരിക്കാതെ വാ, നമുക്ക് അകത്തേക്ക് പോവാം. നിങ്ങൾ പേടിക്കാതെ, നമ്മളെല്ലാം പോവുകയല്ലേ, അതിനല്ലേ വന്നത് ഇവിടേക്ക്. പക്ഷേ ഇങ്ങനെ അങ്ങ് ഓടിപ്പോയിട്ട് എന്താ കാര്യം? നോക്ക്, നമുക്ക് മുന്നോട്ട് ഓരോ ചുവടും ആലോചിച്ച് ഉറപ്പിച്ച് വേണം വെക്കാൻ. ഇങ്ങനെ ധൃതി പിടിക്കുന്നത് ശരിയല്ല. കുട്ടികളുടെ ജീവൻ അപകടത്തിലാകും. നോക്ക്, നിങ്ങൾ സ്ത്രീകളാണ്, അമ്മമാരാണ്. നിങ്ങൾ അമ്മമാരാണ്, അത് എനിക്കറിയാം. അമ്മമാരുടെ ഉള്ളിൽ വളരെ ധൈര്യമുണ്ടാകും. ഇവിടെ ആവേശമല്ല, വളരെ ശ്രദ്ധയാണ് വേണ്ടത്. മോനെ, നീ കേൾക്ക്. എന്റെ കാര്യം തീരുമാനമായി. നീ ചെറുപ്പക്കാരനായ യുവാവല്ലേ, നീ ആദ്യം പോ, ഞാൻ നിന്റെ കൂടെ വരാം. നോക്ക്, ഞങ്ങൾ രണ്ടാളും ആദ്യം പോകാം. പിന്നെ ഞങ്ങൾ പോയി അവരോട് തല്ലുണ്ടാക്കാം. പിന്നെ ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, ഇവർ നമ്മുടെ പിന്നാലെ വന്നാ മതി. വേണ്ട മഹേഷ് സാറേ, ഞങ്ങളൊപ്പം വരാം. അതിന് നിങ്ങൾ വരുന്നത് ആര് തടയുന്നു? നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് തല്ല് തുടങ്ങാനാവില്ല. നിങ്ങൾക്ക് തല്ല് പിടിക്കാൻ ഉറപ്പായും കഴിയും. പക്ഷെ ഞങ്ങൾക്ക് സപ്പോർട്ടിന്റെയും ആവശ്യമുണ്ടല്ലോ. ഞങ്ങൾ കൂടുതൽ തല്ലും. പിന്നെ നിങ്ങളുടെ ആവശ്യം വരുമ്പോ നിങ്ങൾ എത്തിക്കോ. എന്താ? എന്റെ പുലികളെ, ഇന്നലത്തെ ഭയങ്കരമായ പ്രകടനത്തിന് ശേഷം ഇന്നെല്ലാരും ഓം ശാന്തി ശാന്തിയായോ? എന്റെ കിരൺ നമ്പ്യാർ, കിരൺ നമ്പ്യാർ, ഡയലോഗൊക്കെ തീർന്നു പോയോ? നല്ല രസമുണ്ട് ഇങ്ങനെ മിണ്ടാതെ ഒതുങ്ങി നിൽക്കുന്ന കാണാൻ. കാരണം ഈ നിഖിലിനെ അധിക ശബ്ദം ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല, മുഴുവൻ നിശബ്ദതയാണ് എനിക്കിഷ്ടം. ഒരു കാര്യം പറയും, നീ ക്രിക്കറ്റ് കളിക്കുന്നില്ലേ? നീ പിന്നെ ഈ ബൗൾ ചെയ്യാറില്ലേ? അതെങ്ങനെയാ ചെയ്യുന്നത്? എന്താണെന്നോ, കുട്ടിക്കാലം മുതൽ ക്രിക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാ. മാച്ച് ഫിക്സിംഗ് നടത്താനുണ്ടോ? പറയുന്നേ. ഈ പരിപാടിക്ക് വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ലാന്നേ. ഞാൻ ആലോചിക്കാം, ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് നിന്റെ ടീമിലോട്ട് വന്നാലൊന്ന്. എന്താ, എന്നെ എടുക്കൂ? പറയും. നിർത്തും. എല്ലാ ഗുണ്ടാ പരിപാടിയും നിർത്തും. എല്ലാരും വെറുതെ വിടുകയും ചെയ്യും. നീ പറയാ. നമുക്ക് സമീറിനെ ഇൻഫോം ചെയ്യാൻ ചേച്ചി. ഈ സമീർ ഇത് എവിടെയാ പോയേ? ഇനിയിപ്പോ ആരെങ്കിലും ആക്രമിക്കാൻ വന്നിട്ടുണ്ടാവോ? നമ്മളിപ്പോ എന്താ ചെയ്യാ? പറയേ സൃഷ്ടി, സൃഷ്ടി നീ പോയി വിടുന്ന, വേഗം പോയി വിടുന്ന. സൃഷ്ടി ആലോചിച്ച് നിൽക്കാതെ വേഗം പോയി വിടുന്ന. അവിടെ നിൽക്കേ, തുടരുത്, അനങ്ങി പോരുത്. നീ എങ്ങനെ ഇവിടെ എത്തി? പറയടി, നീ എങ്ങനെ എവിടെ എത്തിയെന്നോ? നിനക്കെന്താ വായിൽ നാവില്ലേ? എങ്ങനെ എവിടെ എത്തിയെന്ന് പറയാൻ? പറയാനാ പറഞ്ഞത്. കത്തി താഴെയിട്.
നിന്റെ ആൾക്കാരോട് പറയാ അവരെ അഴിച്ചുവിടാൻ. വേഗം മേഡം പറയുന്ന പോലെ ചെയ്, വേഗം ചെയ്. പുറകിലേക്ക് മാറി വേഗം നിൽക്കണം. പുറകിലോട്ട് മാറിയിരിക്കേ. മാറിയിരിക്കാൻ. ചെല്ലെ, കത്തി വലിച്ചറിയും. കത്തി താഴെ ഇടാം. താഴെ ഇടാൻ പറഞ്ഞില്ലേ? താഴെ ഇട്ടു. നടക്ക്, പുറകിലേക്ക് വാ. രോഹിത്തേട്ടാ, കിരൺ, വാ പോ. വേഗം ഇവിടുന്ന് പോ. ചെയ്യാം, അതുപോലെ ചെയ്യാം. പ്ലീസ് പ്ലീസ് വേഗം. ചേച്ചി വേണ്ട. പറഞ്ഞത് വീണ്ടരുത്, വീണ്ടി പോകരുത്. നിങ്ങൾ ഈ നിഖിലിനോട് കളിക്കാൻ നോക്കുകയാണോ? ഈ നിഖിലിനോട് ഞാൻ ആലോചിക്കായിരുന്നു, നീ പോലീസുകാരനല്ലേ? എന്നാ പറ, ഒരു കൊലപാതകത്തിന് എന്താ ശിക്ഷ? തൂക്കുകയർ അല്ലേ? എന്നാ ഞാൻ നിങ്ങളെ എല്ലാവരും കൊന്നാലോ? എന്ത് ശിക്ഷ കിട്ടുക? പറയടാ, പറ. ഇട പറയാൻ. അതിനും ശിക്ഷ കൊലക്കയറാണോ? എന്നാ ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊല്ലും. എന്നോട് ഫിലിമി ഗെയിം കളിക്കണോ നിങ്ങളൊക്കെ? അത് ഈ നിഖിലിനോട്. എന്ത് വിചാരിച്ചു? നിഖില് ഫിലിമൊന്നും കാണാറില്ലെന്നോ? എടാ വിഡ്ഢികളെ, നിഖിൽ ഒരുപാട് ഫിലിംസ് കാണാറുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് കളിക്കാൻ പോവുകയാണ്. ഫിലിം 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 ഫിലിം. എങ്ങനെയാണെന്നറിയോ? പറ പറ പറ. എങ്ങനെയാണെന്നറിയോ? ദാ നോക്ക്. ഇനി എന്താ ചെയ്യാ? ഇനി എന്താ ചെയ്യാ? എടാ കിരണേ, പറയ്, ഇനി എന്താ ചെയ്യാ? നോക്ക്. രണ്ട്. എത്രയാ ബാക്കി? നോക്ക് നോക്ക്. 2. ആളെത്രയാ? 4. പിന്നെ ഞാനിപ്പോ ആരാ? ഞാൻ ആരാ? കൊള്ളക്കാരൻ. അങ്ങ് 50 മൈൽ ദൂരെ ഗ്രാമത്തില് കുട്ടികൾ കരയുമ്പോ അവരുടെ അമ്മ പറയും, മോനെ കരയാതിരുന്നോ, കൊള്ളക്കാരൻ വരുമെന്ന്. എടോ സ്വാമി, എത്ര ഉണ്ടകളുണ്ട് ഇതിൽ? 2 ചേട്ടാ. 2. വളരെ അനീതിയാണത്, വളരെ അനീതി. ഉണ്ടകൾ 2, ആളുകൾ 4. ആരാ മരിക്കുക? ആരാ മരിക്കുക? പറയ്. മിസ്റ്റർ കിരൺ നമ്പ്യാർ, എന്താ നീ പറഞ്ഞത്? നിന്നെ സ്വാഗതം ചെയ്യില്ലെന്നോ? എന്നാ നീ തന്നെ ചത്തോ. നീയാണ് ആദ്യം ചാകേണ്ടത്. അവനൊന്നും ചെയ്യരുത്, പ്ലീസ്. നോ നോ, പ്ലീസ് അങ്ങനെ ചെയ്യരുത്. അയ്യോ, രക്ഷപ്പെട്ടല്ലോ. പക്ഷെ ഏറ്റവും കൂടുതൽ പേടിച്ചതാരാ? ആരാ ആരാ ആരാ? വല്ലാതെ പേടിച്ചു പോയോ നീ? ഇവനെ കൊല്ലുന്നതിന് നീ എന്തിനാ പേടിക്കുന്നത്? എങ്കിൽ പിന്നെ അവനെ അങ്ങ് ഒഴിവാക്കിയേ. 2ാമത്തെ നമ്പർ നീയാ. വേണ്ട 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 വേണ്ട. കൈയെടുക്കാൻ നിന്നോട് പറഞ്ഞത്. അവളൊന്നും ചെയ്യരുത്. നിനക്ക് കൊല്ലണോ അല്ലേ? എന്നാ എന്നെ കൊല്ല, എന്നെ കൊല്ലാൻ വിടാണല്ലേ പറഞ്ഞേ. അവളൊന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞേ. എങ്കിൽ പിന്നെ മൂത്ത ചേച്ചിയുടെ കാര്യം പിന്നെ നോക്കാം. അല്ലെങ്കിലും എല്ലാ സൂത്രങ്ങൾക്ക് പിന്നിലും നീയാണ്. അയ്യോ, ഇവളും രക്ഷപ്പെട്ടെന്നേ.
എവിടെ പോയി ആ ഭ്രാന്തന്റെ നമ്പർ? ഷേരു? ഓ നോ, ഇവനാ ഷേരു അല്ലേ അന്ന് ആ ഗുണ്ട നിഖിലുമായി എന്നെ പരിചയപ്പെടുത്തി തന്നവൻ? ഞാൻ രാധികയും സരളയും ഒളിപ്പിച്ചു. ഇനി നമുക്ക് ഈ ഗുണ്ടയെ നേരിടാൻ വാ. സി വടിയെടുത്തിട്ടുണ്ട് ഞാൻ. വാ 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 വാ, വേഗം വാ. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണമോ? വെൽ ഡൺ, വെൽ ഡൺ. ഐ എം സോ പ്രൗഡ് ഓഫ് യു. എന്താ ഷോട്ട് ആയിരുന്നു? കിരണിന്റെ ഭാഷയിൽ പറഞ്ഞ സിക്സർ. ഐ എം വെരി പ്രൗഡ് ഓഫ് യു. വെൽ ഡൺ, വെൽ ഡൺ, സൂപ്പർ. തീർന്നോ? എന്നാ വാ, വെരി ഗുഡ്. നൗ ഫോളോ മീ. നിക്കവിടെ. എന്ത് ഫോളോ മീ? ഞാൻ ആദ്യം പറഞ്ഞതല്ലേ, ആണുങ്ങൾ മുന്നിൽ പോകും, നിങ്ങൾ പിന്നിൽ വന്നാൽ മതി. ഫോളോ മീ. അയ്യേ, why should I follow you? ചിലപ്പോ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, ഞാൻ ആ സമീറിനോട് പറഞ്ഞത് ഇവനെ അടിച്ച് താഴെയിടാൻ. അതുകൊണ്ട് ഈ ചെറിയ വിജയത്തിൽ എനിക്കും ചെറിയൊരു പങ്കുണ്ട്. അങ്ങനെയല്ലേ സമീർ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സരള, നിങ്ങൾ പറ, ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോന്ന്? ഈ സമയം നമുക്ക് അകത്തേക്ക് പോവാം, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പറയാം. പക്ഷെ സരള, ഇവർക്ക് ഞാൻ പറയുന്നത് കേട്ടാലെന്താ? എന്നെ ഫോളോ ചെയ്യേ. അയ്യടാ, ഫോളോ മീ. ഇനി ആരുടെ അവസരമാണ്? എടോ രോഹിത് നമ്പ്യാരെ, പറയേ, കൊല്ലണോ അതോ വെറുതെ വിടണോ? എന്താണ് നിനക്ക് വേണ്ടത്? തോക്ക് താഴെടാ. നോ. വേഗം ചോദിച്ചതിന് ഉത്തരം പറയേ ലോയർ. ഏയ് ഗുണ്ടകളെ, അമ്മേ, ഡാഡ്. അമ്മേ, അമ്മേ ഒന്ന് വേഗം പോയി വിടുന്ന. നിങ്ങൾ എന്താ പറയുന്നത്? എന്തൊക്കെയാ പറയുന്നത് നിങ്ങള്? എന്റെ മക്കളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? ദൈവമാണോ നിങ്ങള്? കുടുംബം മുഴുവൻ വന്നിരിക്കണോ? നീ ഇത്രയും മോശമായതുകൊണ്ട് നിനക്ക് വേണ്ടി എല്ലാരെയും കൊണ്ടുവന്നിട്ടുണ്ട്. നീ ഞങ്ങളുടെ ശക്തി എന്താണെന്ന് കണ്ടിട്ടുണ്ടോ? നിന്റെ കഥ ഇതോടെ തീർന്നു കിട്ടിയടാ. കളിക്ക്, എത്ര വേണേലും ഡാൻസ് കളിക്ക്. സമീർ, അടിക്കവനെ വിടരുത്.
എന്താടാ എന്താ നീ എന്തൊക്കെയാ വിചാരിച്ചിരിക്കുന്നേ? എന്റെ മോനെ അടിക്കുന്ന നീ നാണമില്ല നിനക്ക്? ദൈവത്തിന് നിനക്ക് പേടിയില്ലടാ.